ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു ലോക്കോസ് എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. പറഞ്ഞ പോലെ 2022 നമ്മൾ കുറേ വീഡിയോ ഇറക്കുന്നുണ്ടാവും. അങ്ങനെ പ്രതീക്ഷിച്ചാണ് തുടങ്ങിയത്. ആ പ്രതീക്ഷയോടെ തന്നെ പോസിറ്റീവ് വൈബോട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഇന്നൊരു ചെറിയ അൺബോക്സിങ് വീഡിയോ ആണ്. ഒരു സ്പോൺസർഷിപ്പും ഇല്ല, ഒന്നുമില്ല. എന്നാലും നമുക്ക് സ്പോൺസർഷിപ്പ് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഫോൺ കൊടുത്ത വീഡിയോ എടുത്തത് ഒരാൾ വാങ്ങിയതാണ്, മറ്റൊരാൾ വാങ്ങിയിട്ട് നമ്മളത് ചെയ്ത് കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഇപ്രാവശ്യവും നമുക്ക് ഹരിച്ചട്ടാടയിൽ നിന്നാണ് പ്രൊഡക്റ്റ് മൊത്തം കിട്ടിയിരിക്കുന്നത്. ഹരിച്ചട്ടാടയിൽ നിന്നാണ് പ്രൊഡക്റ്റ് മൊത്തം കിട്ടിയിരിക്കുന്നത്. അപ്പം ഈ വീഡിയോയുടെയും ഒരു സ്പോൺസറായിട്ട് തന്നെ പറയാം ഹരിച്ചട്ടായിനെ. അപ്പം ഹരിച്ചട്ടായുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഞാൻ താഴെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, ചെക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ലാപ്ടോപ്പ് ഉണ്ട്, കീബോർഡ് ഉണ്ട്, പിന്നെ ലാപ്ടോപ്പ് ബാഗ്സ്, പ്രീമിയം ബാഗ്സ് ആണ്. സാധാരണ ലാപ്ടോപ്പുകൾക്ക് ഇങ്ങനത്തെ ബാഗ് ഞാൻ ഇതിലായിട്ടും കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ എന്തൊക്കെയാണ് വാങ്ങാത്തതല്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്ത് 2 അറയുണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഈ ബാഗിൻ്റെ അകത്തുള്ളൂ. ഇപ്പം ബാഗ് മാറ്റിയിട്ട് നമുക്ക് യഥാർത്ഥ പ്രൊഡക്റ്റിലേക്ക് പോകാം. ആദ്യമായിട്ട് ക്ലീനർ ആയിരുന്നു, ഹെഡ്സെറ്റ് അല്ല, ആവേശത്തിൽ എടുത്തതാട്ടോ. ഇത് ഇത് നമുക്കറിയാം. ഫോണിൻ്റെ സ്ക്രീന്, ലാപ്പിൻ്റെ സ്ക്രീന്, TV, കമ്പ്യൂട്ടർ സ്ക്രീന്, പിന്നെ ക്യാമറ ലെൻസസിന് വരെ ഉപയോഗിക്കാം. അപ്പോൾ തുറന്ന് നോക്കാം നമുക്കൊന്ന്. ഇതാണ് സ്പ്രേ. കുറേ നാളത്തേക്ക് നിൽക്കും നമ്മൾ നോക്കിയും കണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ അങ്ങ് പോകും. അതോട്ടിരിക്കട്ടെ. തുണി എനിക്ക് എടുത്ത് ചെളിയാക്കുന്നില്ല ഞാൻ. നല്ലൊരു സോഫ്റ്റ് തുണിയാണ് വന്നേക്കുന്നത്. അപ്പോൾ സ്ക്രീനിൽ സ്ക്രാച്ച് ഒന്നും വീഴില്ല. നമ്മൾ സാധാരണ ഇച്ചിരി കട്ടി തുണിയൊക്കെ ഉപയോഗിച്ചാണെങ്കിൽ ചില സ്ക്രീനിലൊക്കെ സ്ക്രാച്ച് വീഴാൻ ചാൻസ് ഉണ്ട്. ഇതാകുമ്പോൾ സ്ക്രാച്ച് ഒന്നും വീഴില്ല. നമുക്കിനി അടുത്തതിലേക്ക് പോകാം. അപ്പോൾ ഇനി അടുത്തായിട്ടാണ് നമ്മൾ ഹെഡ്സെറ്റ്. ഇതിപ്പോൾ ഞാൻ ഇനി ഒരു കടയിൽ ഫ്രീ ആയിട്ട് സ്പോൺസർ പറയണമല്ലോ. പോട്ടെ. ഓക്സിജനിൽ നിന്ന് വാങ്ങിയതിൽ ഫ്രീ കിട്ടിയതാണ് ഈ ഹെഡ്സെറ്റ്. അവരുടെ ഒരു 31-ാം തീയതി വരെയുള്ള ഒരു ഓഫറായിരുന്നു, ജനുവരി. നമുക്ക് ഹെഡ്സെറ്റ് HP H10 Pro ട്രൂ വയർലെസ് ഹെഡ്ഫോൺസ് ആണ്. അത്യാവശ്യം നല്ല പ്രൈസ് മതിക്കുന്നതാണ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നോക്കിയിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് കിട്ടിയില്ല. ആമസോണിൽ നോക്കിയപ്പം ഇതുണ്ട്. ആമസോണിൽ നോക്കുമ്പോൾ ഞാൻ കണ്ടില്ല. എന്താണ് പ്ലാസ്റ്റിക് പൊട്ടിച്ചിരിക്കുന്നു. പ്ലാസ്റ്റിക് അവിടെ ഇവിടെ ഇടരുത്, വേസ്റ്റ് ബോട്ടിൽ ഇടണം. ഓക്കെ, നമുക്കിത് മാറ്റി വെക്കാം വേസ്റ്റ് ബോട്ടിൽ ഇടാനായിട്ട്. ഇപ്പോൾ നമുക്ക് ഹെഡ്ഫോൺസ് ഉണ്ട്, തുറക്കാം. അടിപൊളി കേസിങ്. പാക്കിംഗ് ഒന്ന് നിങ്ങൾ നോക്കിക്കേ. ഞാൻ വിചാരിച്ച് ഈ നടിക്ക് ഈ സാധനം മാത്രമേ കാണുള്ളായിരിക്കും എന്ന്. പക്ഷെ നമുക്ക് ആ ഹെഡ്സെറ്റ് ഇവിടെ 2 ടൈപ്പ് ബുഷാണ് നമ്മൾ കാണുന്നത്, ബിഗ് ബുഷും സ്മോൾ ബുഷും. അതായത് വലിയ ചെവിയുള്ളവർക്കും ഈ ചെറുത് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഊർന്നു പോകും. എനിക്ക് പിന്നെ ഒരു ടൈപ്പ് ഹെഡ്സെറ്റ് കയറ്റാനും പാടാം, ബുഷുള്ളത് മാത്രമേ എൻ്റെ ചെവി കറക്കുള്ളൂ. വലിയ ബുഷ് വലിയ ചെവിയുള്ളവർക്ക്, ഇത് തന്നെയല്ലേ ഞാൻ. ചെറിയ ബുഷ് ചെറിയ ചെവിയുള്ളവർക്ക്. നമുക്ക് ആദ്യം കേസിങ് ഒന്ന് എടുത്ത് നോക്കാം. ഇതാണ് കേസിങ്. നല്ല കേസിങ് ആണ്. ഇതാണ് ചാർജിങ് പ്ലോട്ട് കേസിങ്ങിൻ്റെ. എന്നാ ടൈപ്പ് ചാർജറാണ് നോക്കട്ടെ. നമ്മുടെ ഫോൺ C ടൈപ്പ് ചാർജറാണ്. C ടൈപ്പ് ചാർജിങ് കേസിംഗ് ആണ്. കേസിൽ 2 പോഡ് വെക്കാനുള്ള സ്ഥലവുമുണ്ട്. പിന്നെ ചാർജ് കാണിക്കുന്ന മീറ്ററെല്ലാം ഉണ്ട്. നമുക്കിനി പതുക്കെ നമ്മുടെ ഹെഡ്സെറ്റിലോട്ട് തൊടാം. ഇത് എടുക്കാൻ പറ്റുന്നില്ലല്ലോ. കിട്ടി. ഇത് ഓൾറെഡി ബുഷും വെച്ചാണ് വന്നേക്കുന്നത്. അപ്പം നമുക്ക് മൊത്തം 3 സെറ്റ്സ് ഓഫ് ബുഷസ് ആണ് കേട്ടോ. ഇത് എക്സ്ട്രാ സ്മോൾ ആണെന്ന് തോന്നുന്നു. ഇതാണ് ഹെഡ്സെറ്റ്. ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ കാണാൻ നല്ല ലുക്കായിരിക്കും. ഇത് ഏത് രീതിയില്ല, വലത് ഇതാണ് വലത്, ഇതാണെന്ന് തോന്നുന്നു. ഇതന്നെയല്ലേ വലത്തൊക്കെ? അതെ. നല്ല കംഫർട്ടബിൾ ആട്ടോ. എൻ്റെ ചെവിക്ക് ചെറിയ ബുഷേ പറ്റുള്ളൂ, എൻ്റെ ചെവിക്ക് വലിയ ബുഷ് കയറില്ല. അതുകൊണ്ട് തന്നെ മറ്റേ ടൈപ്പ് ബുഷ് അല്ലാത്ത ടൈപ്പ് എൻ്റെ ചെവി കയറില്ല. ഇത് നല്ല ഡിസൈനാണ്, നല്ല കംഫർട്ടബിലിറ്റി ഉണ്ട് വെച്ചിട്ട്. ലെഫ്റ്റും കൂടെ വെച്ച് നോക്കട്ടെ. നമുക്ക് സൗണ്ട് ടെസ്റ്റ് ഒക്കെ ഇപ്പം ചെയ്യാൻ പറ്റില്ല, കാരണം എൻ്റെ ഫോൺ ഇച്ചിരി ബിസിയാണ്. ഇല്ലെങ്കിൽ സൗണ്ട് ടെസ്റ്റും കൂടെ ഇപ്പം ചെയ്ത് കാണിക്കായിരുന്നു. നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ.
ഇത് അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. ഇങ്ങനത്തെ ഒരു സാധനം കീറി ഇരിപ്പുണ്ടെന്നുള്ളൊരു ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ. അപ്പം നല്ല പ്രൊഡക്റ്റാണ്. പിന്നെ എക്സ്ട്രാ ബുഷസ്, അത് ഹരിചേട്ടന് മിക്കവാറും ആവശ്യം വരും ബുഷ് മാറ്റണ്ടേ. കാരണം ഹരിചേട്ടൻ ഇച്ചിരി വലിയ ആളാണ്, വലിയ ചെവിയാണ്. സി ടൈപ്പ് കേബിൾ അഡാപ്റ്റർ നമ്മുടെ ഫോണിൻ്റെ അഡാപ്റ്ററിൽ തന്നെ കുത്തണം. ഹരിചേട്ടയ്ക്ക് അതൊരു പ്രശ്നം വരുമല്ലോ. ഹരിചേട്ടയുടെ അഡാപ്റ്റർ C2C ആണല്ലോ, വേറെ അഡാപ്റ്ററാണ്. C2C അഡാപ്റ്റർ അല്ലേ ഇത്. നമുക്കിനി ഇത് ഹെഡ്സെറ്റിൻ്റെ കാര്യം ഇവിടെ ഇരിക്കട്ടെ. ഇതിൻ്റെ അകത്ത് ഇതിനെ എങ്ങനെ വെക്കുന്നത് നോക്കാം. ഓ, അടിപൊളി അടിപൊളി അടിപൊളി. ഇങ്ങനെയാണ് വെക്കുന്നത്. സാധാരണ ഇത് ഇത്രയും ചെറിയ ബോക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇയർ ബഡില്ലേ, ചെറുതുകൾക്കാണ് വരുന്നത്. ഞാനപ്പോൾ വിചാരിച്ചു എന്നോട് ഇതിങ്ങനെ കുത്തി പൊക്കി നിർത്തുമെന്ന്. ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ച് ഇങ്ങനെ സൈഡിലോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഈ പ്രോഡക്റ്റ്. പിന്നെ നമുക്ക് അടുത്ത പ്രോഡക്റ്റിലേക്ക് പോകാം. ഇത് ഓക്സിജൻകാർ നമുക്ക് ഫ്രീ തന്ന സാധനമാണ് കേട്ടോ. ഇത് ഓക്സിജൻകാർ നമുക്ക് ഫ്രീ തന്ന സാധനമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡോടെ വാങ്ങി. ഇനി ഫ്രീ തന്ന ഒരു ഐറ്റം കൂടി ഉണ്ട്. ഡെസ്കിന് ഇച്ചിരി അൺസ്റ്റെബിലിറ്റി ഉണ്ട്. അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഡുമ്മെന്നാണ്. ഇത് ഞാൻ പതുക്കെ വെക്കണമല്ലോ. അൺബോക്സ് ചെയ്തിട്ട് വെക്കാം, അതാണ് നല്ലത്. ഇതൊരു വയർലെസ് കീബോർഡും വയർലെസ് മൗസും ആണ്. അറ്റ് ലാസ്റ്റ് തുറന്നില്ല. കത്രിക എവിടെ? കത്രിക മാറ്റട്ടെ. പതുക്കെ സ്ലോ മോഷൻ. ഓക്കെ, കുറച്ചാട്ടം അത് ഉണ്ട്. ഇവിടെ ആദ്യം തന്നെ ഒരു എക്സലിൻ്റെ 2 ചാർജർ. ഇത് മൗസിനും ഇത് കീബോർഡിനും. അല്ല ഇത് മൗസിക്ക്. ഇത് ഇത്ര വലിയ ബാറ്ററി മൗസിന് ഇടുപോടാ. ഇത് മൗസിന്, ഇത് കീബോർഡിന്. ബാറ്ററി അവിടെ ഇരിക്കട്ടെ. രണ്ടിനും കൂടെ ഒരെണ്ണേ ഉള്ളൂ. അത് എടുക്കാൻ പറ്റുന്നില്ല. ഇതാണ് മൗസ്. നല്ല സ്മൂത്ത് ഡിസൈൻ ആട്ടോ. നല്ല സ്മൂത്ത് ആട്ടോ ഡിസൈൻ. നൈസ് ആൻഡ് സ്മൂത്ത്. സൈഡിൽ ഇരുന്നോ. അപ്പം ഞാൻ കീബോർഡ് എടുക്കട്ടെ. കീബോർഡ് ഇത് കണ്ടോ, സ്ലിം എന്ന് തന്നെ പറയാൻ കേട്ടോ. എൻ്റെ കീബോർഡ് ഒരു തടിയനാണ്. എൻ്റെ കീബോർഡ് ഇത് നല്ല തടിയനാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഈ കീബോർഡൊക്കെ നല്ല സ്ലിമ്മാണ്. സ്ലിം ബൂട്ടി കീബോർഡല്ല, സ്ലിം ബൂട്ടി. എനിക്ക് എൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു സുഖം. എൻ്റെ പേരടിക്കാൻ പറ്റുന്നു കേട്ടോ. നമ്മുടെ ചാനലിൻ്റെ പേരടിക്കുന്നത് LOCO. നല്ല സ്മൂത്ത് ഡിസൈൻ ആട്ടോ. ചെറിയ കീബോർഡാണ്. എന്നെ ചെറുതാണ് നോക്കിയത്. ഈ നംകീനും കൂടെ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ പക്ക ഇത്രേ വരത്തുള്ളൂ. നമുക്ക് ബാഗിൻ്റെ അകത്ത് ഇടായിരുന്നു. ഇത് നംകീൻ കൂടെ ഉള്ളതുകൊണ്ട് ബാഗിൻ്റെ അകത്ത് ഇടാൻ പറ്റില്ല. പക്ഷേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് കീബോർഡ്. നൈസ് കീബോർഡ്, നല്ല സാധനം. പക്ഷേ ഇതിൽ ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞാൽ നമുക്ക് 2 USB നാനോ പ്രോസസ്സർ കുത്തേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരെണ്ണമേ ഉള്ളൂ. 2 മൗസിനും കീബോർഡിനും ചേർത്ത് ഒരെണ്ണമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് USB ചാർജിങ് പോർട്ട് ഫ്രീ ആയിട്ട് വരും. എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ പാട്ട് 2 USB പോർട്ടേ ഉള്ളൂ എൻ്റെ ലാപ്പിന്. മൗസും കീബോർഡും കുത്തി കഴിയുമ്പോൾ എനിക്ക് USB കുത്താൻ പറ്റത്തില്ല. പിന്നെ കീബോർഡ് വരണം, മൗസ് വരണം, അങ്ങനെ ചടങ്ങാണ്. നമുക്കിനി കീബോർഡും മൗസും മാറ്റി വെക്കാം. ഇനി നമ്മുടെ മെയിൻ ഐറ്റം നല്ല ആട്ടം ഉണ്ടാവും. നല്ല വെയിറ്റ് ഉണ്ട് ഈ സാധനത്തിൽ. The main attraction, Lenovo IdeaPad Gaming 3 laptop.
ആദ്യം തന്നെ ഫിംഗർ പ്രിൻ്റ് ആക്കിയിട്ടുണ്ട്. ക്ലീനർ അടിക്കേണ്ടി വരും ആദ്യം തന്നെ. ക്ലീനർ അടിച്ചു നോക്കട്ടെ. ഇതാണ് നമ്മുടെ ഔട്ടർ ഡിസൈന്. ഇതാണ് നമ്മുടെ ട്രേഡ് മാർക്കാണ്. എല്ലാ ലാപ്പിലും ശ്രദ്ധിച്ചാൽ കാണും, ഈ സൈഡിൽ അല്ലെങ്കിൽ ഇവിടെയൊക്കെ ആയിരിക്കും ലെനോവോ എന്ന് എഴുതിയിട്ടുണ്ടാവുക അതിൽ. അപ്പം ഇനി നമുക്ക് തുറന്ന് കാണിക്കാം. ഈ അവിടെ നോക്കണം അപ്പടാ. തുറന്ന ഓണാകും. നൈസ്, തുറന്ന ഓണാകും. ഓണായിട്ടുണ്ട്, നിങ്ങൾക്ക് സ്ക്രീൻ കാണാം. കീബോർഡ് ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ, നന്നായിട്ട് കീബോർഡ് കാണും. കീബോർഡിൻ്റെ കളർ നോക്കുക, എന്നെ സൂപ്പർ കളറാണ് നോക്കി കീബോർഡിന്. നീല കളർ. എൻ്റെ കീബോർഡാണ് പ്ലെയിൻ വൈറ്റ്. ബാക്ക് ലൈറ്റ് ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ബ്ലൂ കളർ ബാക്ക് ലൈറ്റ് തന്നെ ഉണ്ട് ഈ കീബോർഡിന്. ഇനി ടച്ച് പാഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. സ്മൂത്താണ് ടച്ച് പാഡ്. പിന്നെ ബിഗ് താങ്ക്സ് ടു ഓക്സിജൻ. നമുക്ക് വേണ്ട സോഫ്റ്റ്വെയർ എല്ലാം അവർ ചെയ്തു തന്നു കേട്ടോ. നമുക്ക് വേണ്ട സോഫ്റ്റ്വെയർ എല്ലാം അവർ ചെയ്തു തന്നു. പിന്നെ എനിക്ക് ലെനോവോയിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ടോ, ക്യാമറ ഷട്ടറുണ്ട്. നമുക്ക് വേണമെങ്കിൽ ക്യാമറ അങ്ങ് അടച്ചു വെക്കാം. പൈറസി ഫുൾ പൈറസിയാണ് നമുക്ക് ഇതിന്. പിന്നെ ഇപ്പം ഇതിൽ ഫീച്ചേഴ്സ് ആയിട്ട് പറയാനാണെങ്കിൽ ലെനോവോ വിൻറ്റേജ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമുക്ക് ഫീച്ചേഴ്സൊക്കെ പിന്നീട് സംസാരിക്കും. ബട്ട് ഇപ്പം ഞാൻ ഡിസൈനാണ് ഫുൾ അഡ്മയർ ചെയ്യുന്നത്. ബാക്കിൽ മറ്റ് ലാപ്ടോപ്പുകളിൽ എഴുതി വരുന്ന പോലെ വലിയ ഇതായിട്ടൊന്നുമില്ല. എല്ലാ ലെനോവോയുടെ ലാപ്പിലും ഒട്ടുമിക്ക ഒരു 90% ഞാൻ കണ്ടിട്ടുള്ള ലെനോവോയുടെ ലാപ്പിലും ഈ ഒരു സൈഡിലാണ് ലെനോവോ എന്ന് എഴുതി വരുന്നത്. അതുപോലെ തന്നെ ഈ ഇന്നറിലും ഇവിടെയാണ് ലെനോവോ എന്ന് എഴുതി വരുന്നത്. പിന്നെയുള്ള ഫീച്ചേഴ്സ് ഈ സൈഡിലും ഇതിപ്പം നല്ല പവറുള്ള ലാപ്പാണ്. എൻ്റെ ലാപ്പ് നിങ്ങൾ കണ്ടിട്ടില്ല. എൻ്റെ ലാപ്പിന് ഇതിലുമായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് പവർ കുറഞ്ഞതാണ്. പിന്നെ എൻ്റെ ഒരു എക്സ്ട്രാ ഫീച്ചർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഫിംഗർ പ്രിൻ്റ് ഉണ്ട്. അത് മാത്രമേ എനിക്ക് എക്സ്ട്രാ ഫീച്ചർ ഉള്ളൂ. പിന്നെ ഫിംഗർ പ്രിൻ്റ് ലാപ്പാണ്, അത്യാവശ്യം എല്ലാവരും പാസ്വേഡ് അടിച്ചാണ് കയറുന്നത്. ഇപ്പോൾ പാസ്വേഡ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല, പുതിയ സാധനം കൊണ്ടുവന്നതേ ഉള്ളൂ കടയിൽ നിന്ന്. കൊണ്ടുവന്ന് നമുക്ക് അൺബോക്സ് ചെയ്യാൻ അവസരം തന്നിരിക്കുകയാണ് ഹരിച്ചിട്ടായി. ഞാൻ പറഞ്ഞല്ലേ, നമ്മുടെ ചാനലിൻ്റെ ഒരു കണ്ടന്റ് ക്രിയേറ്റിങ്ങിൽ ഒരു മെയിൻ ഭാഗമായി കഴിഞ്ഞിരിക്കുകയാണ് ഹരിച്ചിട്ടായി. ഇനിയിപ്പം സ്പെസിഫിക്കേഷനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് സ്പെക്ക് നമുക്ക് എബൌട്ട് എടുത്ത് കാണിക്കും. സെറ്റിങ്സ്, ഇതിൻ്റെ കീബോർഡ് നൈസാട്ടോ. സെറ്റിങ്സ്, ഓപ്പൺ. സെറ്റിങ്സിൽ അബൌട്ട് യുവർ PC കണ്ടോ, പേരുണ്ട്. ഇൻ്റൽ i5 കോറാണ് ലാപ്പിന് വരുന്നത്. NVIDIA GeForce GTX 1060. ഞാനത് നോക്കട്ടെ കേട്ടോ, ഞാനത് മറന്നുപോയി ഏതാണ്. NVIDIA 1650 GTX 4GB ഗ്രാഫിക്സ് കാർഡ് മെമ്മറിയാണ് വരുന്നത്. VRAM, ഡെഡിക്കേറ്റഡ് റാമും. അതുകൂടാതെ ഇൻ്റലിൻ്റെ ഇൻറ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് ഒട്ടുമിക്ക എല്ലാ ലാപ്പിലും തന്നെയുണ്ട്, ചെറിയ വർക്കിനായിട്ടൊക്കെ. പിന്നെ റാം എന്ന് വരുന്നത് 8GB റാമാണ്. പിന്നെ സ്പേസ് എന്ന് പറയുമ്പോൾ 1TB ഹാർഡ് ഡിസ്കും 256 SSD ഉണ്ട്. അതിനൊക്കെ നോക്കുമ്പം ഇതിൻ്റെ പ്രൈസ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ഏതാണ്ട് എൻ്റെ ലാപ്പിൻ്റെ അടുത്ത് പ്രൈസ് തന്നെ ആകുന്നുള്ളൂ. എന്നാൽ അതിലും കൂടുതലും പവറും കൂടുതൽ ഗുമ്മും നല്ല ലുക്കും ഉള്ള ലാപ്പാണിത്. പക്ഷേ എൻ്റെ ലാപ്പ് എനിക്ക് ഇഷ്ടമാണ്. ആ ലാപ്പിൽ ഞാൻ എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇത് 64-bit ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. കാരണം നമുക്ക് ആദ്യത്തെ പ്രാവശ്യം പഴയ ലാപ്പ് അപ്ഡേറ്റ് ചെയ്തപ്പം നമ്മൾ ആദ്യം 32-bit വെച്ചിട്ട് 64 ആയിട്ട് പണി പറ്റിയതാണ്. അപ്പം അതൊന്നും നോക്കി ഇപ്രാവശ്യം എടുത്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. പിന്നെ ബേസിക് ലെനോവോ ഫീച്ചേഴ്സ്, ലെനോവോ യൂസ് ചെയ്യുന്നവർക്കറിയാം. ലെനോവോ വാൻറ്റേജ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഇതിൽ ലെനോവോ ആയിട്ട് നമുക്ക് തരുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് തന്നെ നമ്മുടെ ലാപ്പിൻ്റെ പെർഫോമൻസ് എപ്പോഴും ഡിറ്റക്റ്റ് ചെയ്ത് സ്കാൻ ചെയ്തിരിക്കും. പിന്നെ ലെനോവോ ഇതിൽ എഴുതിയിട്ടില്ലെന്ന് തോന്നുന്നു, ബട്ട് എൻ്റെ ഒരു ഇതിൽ ലെനോവോ ഡോൾബി പവേർഡാണ്. യെസ്, ഡോൾബി പവേർഡാണ്. ഇതാ നോക്കൂ, ഡോൾബി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ലെനോവോ ഡോൾബി പവേർഡാണ്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ലെനോവോ ഡോൾബി പവേർഡാണ്. എൻ്റെ ലാപ്പും ഡോൾബി പവേർഡാണ്. അപ്പം സൗണ്ടും ഇതും എല്ലാം സെറ്റപ്പാണ്. സിനിമ കാണാനൊക്കെ അടിപൊളിയാണ് ലെനോവോയുടെ ലാപ്പിലൊക്കെ. അതാണ് ലെനോവോ വാൻറ്റേജ്. പിന്നെ നമുക്ക് ലെനോവോയുടെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ
കടക്കാർ തരുന്ന വാരണ്ടി എന്ന് പറയുന്നത് 1 വർഷം വാരണ്ടിയാണ്. നമ്മളൊരു 2,900 അല്ലെങ്കിൽ ഒരു 3,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത് 3 ഇയറിലേക്ക് നമുക്ക് ലെനോവയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. കുറേ പേര് പറയുന്നുണ്ട്, കുറേ പേര് എപ്പോഴും ഒരു എഡ്ജിങ് എന്ന് പറയുമ്പോൾ ലെനോവയുടെ ദൂരെ നിന്നാണ് എല്ലാവരും ഒരു ലാപ്പ് എടുക്കുമ്പോൾ എഡ്ജ് ചെയ്ത് നിൽക്കുന്നത്. ബട്ട് എന്നെ സംബന്ധിച്ചോളം ഞാൻ ലെനോവോ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇതുവരെ ഒരു പ്രശ്നവും തോന്നിയിട്ടില്ല. അടിപൊളി സാധനമാണ് ലെനോവോ, മൊത്തത്തിൽ അടിപൊളി സാധനം. അപ്പോൾ ഇന്നത്തെ അൺബോക്സിങ് കഴിഞ്ഞു. നമ്മുടെ ആദ്യത്തെ അൺബോക്സിങ് വീഡിയോ ആണ്. ശരിക്കും അൺബോക്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തരുന്നത്. നമുക്ക് എന്തെങ്കിലും തെറ്റൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തരിക, എന്നാലും നമുക്ക് തിരുത്താൻ പറ്റുള്ളൂ. ലാപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കീബോർഡാണ്. സ്മൂത്ത് ഡിസൈൻ കീയൊക്കെ ചെറുതായിട്ട് തള്ളി നിൽക്കുള്ളൂ. എന്ത് സൂപ്പറാണെന്ന് ഈ കീബോർഡ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ കീബോർഡ്. ബാക്ക് ലൈറ്റ് ഇല്ലെന്ന് മാത്രമേ ഇതുള്ളൂ, കാരണം ഞാൻ ഉപയോഗിക്കുന്ന കീബോർഡിന് ബാക്ക് ലൈറ്റ് ഉണ്ട്. ഓഫ്കോഴ്സ് ഗെയിമിംഗ് കീബോർഡാണ് എൻ്റേത്, അതിന് ബാക്ക് ലൈറ്റ് ഉണ്ട്. പക്ഷേ ഇത് ബാക്ക് ലൈറ്റ് ഒന്നും ആവശ്യമില്ല. ഇതിൻ്റെ സ്പെക്ക് ഞാൻ വായിച്ചനുസരിച്ചാണെങ്കിൽ ഇതിന് വാട്ടർ പ്രൂഫ് കോട്ടിംഗ് ഉണ്ട്. അതായത് ഇച്ചിരി വെള്ളം പോയാലും ഈ സാധനത്തിന് ഒന്നും പറ്റത്തില്ല. വാട്ടർ പ്രൂഫ് കോട്ടിംഗ് ഉണ്ട്. പിന്നെ എന്തോ ഒരു ഫിംഗറിൻ്റെ പൊടി പോകാതിരിക്കാനോ എന്തൊക്കെയോ സംഭവം ഉണ്ട് ഇതിൻ്റെ. അത് ഞാൻ ചെറുതായിട്ടൊന്ന് വായിച്ചായിരുന്നത്. പിന്നെ 10 മില്യൺ ആക്ടിവേഷൻ കീസ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. 10 മില്യൺ. മൗസിന് 3 മില്യൺ. എൻ്റെ മൗസൊക്കെ അത്ര ഒന്നും കാണത്തില്ല. എൻ്റെ മൗസൊക്കെ ചക്കളി മൗസാണ്. ഞാൻ പോയി ഹെഡ്സെറ്റാന്ന് വിചാരിച്ചു. ഹെഡ്സെറ്റാണ് കിട്ടിയത്. ഹെഡ്സെറ്റ് ടെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ഒരു റിവ്യൂ. ഹെഡ്സെറ്റ് ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം ഇതെങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, അപ്പം ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. നമ്മൾ ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ടാവും. നമ്മളിങ്ങനെ ഐഡിയാസൊക്കെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക, തലയിൽ ഇങ്ങനെ കിടന്ന് കുഴച്ച് മറച്ചുകൊണ്ടിരിക്കുക, എന്ത് ചെയ്യുമെന്ന്. കാരണം ഞാൻ ഇപ്പോഴാണ് ശരിക്കും, കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പോയാൽ മാത്രമേ വീഡിയോ എടുക്കുന്നുള്ളൂ. ഇപ്പോഴാണ് വീട്ടിലിരുന്നും ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ വരുമ്പോഴും വീഡിയോ എടുക്കാൻ ഒരു ഉത്സാഹം തുടങ്ങിയത്. 2022 ഒരു പുതിയ ചേഞ്ച് ആയിക്കോട്ടെ. നമ്മൾ യൂട്യൂബ് ചാനൽ ഇച്ചിരി ലൈവായിട്ട് കീപ്പ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് ബൈ ഫ്രം ലോക്കോസ് എന്റർടൈൻമെന്റ്, GB signing off.